ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞങ്ങൾക്കിന്ന് ഇടിച്ചക്ക കൊണ്ടുള്ള തോരനാണ്. അതിനുള്ള ഒരുക്കത്തിലാണ്. കോമ്പൗണ്ടിൽ പ്ലാവുണ്ട്, ഇടിച്ചക്കയുണ്ട്. ഇടിച്ചക്ക കവുങ്ങിൽ കയറുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്ത് കവുങ്ങിലെന്ന്. പ്ലാവിൽ കയറിയിട്ടാൽ നേരെ തലയിൽ വന്ന് അപകടമുണ്ടാക്കും. അതുകൊണ്ടാണ്. ചക്കകാലത്ത് ചക്ക വീണ് വളരെ അപകടങ്ങൾ ഉണ്ടാകുന്ന കേട്ടിട്ടുണ്ട്. അതിൻ്റെ മുള്ളും പൂഞ്ഞയും കളയുക. നമുക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു സമീകൃത ആഹാരമാണ് ചക്ക. ഈ സീസണിൽ ചക്ക വളരെ ശരീരത്തിനും ആരോഗ്യത്തിനും ഉപകാരപ്രദമായിട്ടുള്ളൊരു സമീകൃത ആഹാരമാണ്. കുക്കറിൽ ഉപ്പും മഞ്ഞളും ചേർത്ത് 1/2 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ച് അത് വിസിലടിക്കുമ്പോൾ ആവി പോകാനുള്ളത് മാത്രം ഒഴിക്കുക. വിസിൽ ഒരു 3 പ്രാവശ്യം മാത്രം അടിച്ചാൽ മതി. ശരിയായി ഫെതറായി കിട്ടുന്ന വിധത്തിൽ ഇടിച്ചക്ക പാകമായി കിട്ടും. അതെടുക്കുക. കുത്തിച്ചതയ്ക്കുന്നതിന് പകരം ഇതുകൊണ്ട് അങ്ങനെ ചതച്ച് ഫെതറാക്കി മാറ്റുക. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്: 2 പച്ചമുളക്, 2 ചെറിയ സവോള, വെള്ളുള്ളി 5-8 അല്ലി. കത്തി കൊണ്ട് ഇങ്ങനെ അമർത്തി ചതച്ചാൽ മതി. നമുക്ക് എണ്ണ വളരെ കുറവ് ഉപയോഗിക്കുക. അത് ശരീരത്തിന് ആരോഗ്യം നിലനിർത്താൻ നന്നായിരിക്കും. കൂടുതൽ എണ്ണ ചെന്ന് കൊളസ്ട്രോൾ ഉണ്ടാക്കി നമ്മളുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കുറയ്ക്കാൻ അത് ഇടവരുത്തും. ഏറ്റവും കുറവ് മസാലകളും എണ്ണയും ഉപയോഗിക്കുക. എണ്ണയിൽ കടുകിട്ട് പൊട്ടിച്ച് സവാളയും മുളകും വേപ്പിലയും ഒരുമിച്ചിട്ട് വഴറ്റുക. അതിൽ കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി ചേർക്കുക. വഴറ്റി വന്നു. ചതച്ച മുളക് 2 ചെറിയ സ്പൂൺ ഇട്ട് ഒന്നുകൂടി വഴറ്റി പാകപ്പെടുത്തി എടുക്കുക. അതിനുശേഷം ഒരു 3/4 കിലോനോളം ചക്കയുണ്ടായിരുന്നു. 1/2 മുറി ചെറുത് നാളികേരം ചിരണ്ടി ഇടുക. അതുപോലെ വഴറ്റി വന്ന് ഇടിച്ചു വച്ച ചക്ക ഇട്ട് വഴറ്റി പാകപ്പെടുത്തി എടുക്കുക. ഇടിച്ചക്ക റെഡി. പ്ലേറ്റിലേക്ക് പകരുക. ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. ഞങ്ങൾ ഗ്രേവി പോലുള്ള കറികൾ ചപ്പാത്തിയിലോട്ട് ഉപയോഗിക്കുന്നില്ല. ഇത് വളരെ ടേസ്റ്റോടു കൂടി ഞങ്ങൾക്ക് കഴിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഗ്രേവി ഉണ്ടാക്കുന്നില്ല. ഇടിച്ചക്ക കൊണ്ടുള്ള തോരൻ, ഒരു ചപ്പാത്തി, ഒരു മുട്ട, അതിലേക്ക് കോഫി, ചായ അല്ല, പുതിന, നെല്ലിക്ക ഇവ കൊണ്ടുണ്ടാക്കിയ ജ്യൂസ്. ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് പ്രഭാത ഭക്ഷണം. വെള്ളം ഭക്ഷണത്തിന് മുൻപ് ഉപേക്ഷിക്കുക. ജ്യൂസ് ആകുമ്പോൾ നമ്മൾക്ക് ഭക്ഷണത്തിൻ്റെ കൂടെയോ ഭക്ഷണത്തിന് മുൻപോ
ഉപയോഗിക്കാം. ഞങ്ങളുടെ കൂടെ ഒറോച്ചിയുണ്ട് കേട്ടോ. ഒറോച്ചിക്കുള്ള ഭക്ഷണമാണ് ഞങ്ങൾ മുന്നിൽ ആ പ്ലേറ്റിൽ വെച്ചിരിക്കുന്നത്. ഞങ്ങൾ കഴിക്കുന്ന മുട്ടയുടെ ഉണ്ണി, മഞ്ഞക്കുരു, അത് അവനുള്ളതാണ്. അവൻ വന്നു, അവന് ആ മഞ്ഞക്കുരു കൊടുത്തു. അവൻ്റെ മുട്ട കൂടി എടുത്തു കൊടുക്കുക. അവനത് വാങ്ങിച്ച് പോയിക്കോളും. കിട്ടേണ്ടത് കിട്ടി, അവൻ പോയി. റെഡി.